ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിഷ് മോളിയാണ്. ഞാൻ ഇതിന് മുമ്പിട്ടും ഫിഷ് മോളിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ലിങ്ക് കൂടെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ അന്ന് ചെയ്തത് നെയ്മീൻ്റെ അകത്ത് അങ്ങനെയാണെന്ന് എൻ്റെ ഒരു അറിവ്. ഇന്നിപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ കറുത്ത ആവോലി ഉണ്ടല്ലേ, അലുവ മീൻ, അതിൻ്റെ അകത്താണ്. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ക്രഷ് ചെയ്ത 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് പൊടി പൗഡറാണെങ്കിൽ പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇത്തിരി വിനാഗിരിയും കൂടെ. അപ്പം ഞാൻ ഇത്തിരി വിനാഗിരി ഒഴിച്ചപ്പോൾ ഞാൻ ഒത്തിരി പീസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത്രയും ലൂസ് എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരിയും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ഇത്തിരിയും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറേലും വെച്ചേക്കണേ, അതിൻ്റെ അകത്ത് ഇത്തിരി മസാലയൊക്കെ പിടിക്കാൻ. എൻ്റെ അറിവിൽ ഫിഷ് മോളി ഉണ്ടാക്കാൻ നല്ലത് ഈ മാംസമുള്ള പീസായിട്ടുള്ള മീനാണ് നല്ലത്. എല്ലാ മീനിലും ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ നമുക്ക് നല്ലത് ഇങ്ങനെ പീസായിട്ടുള്ള മീനാവുമ്പോഴാണ്. എനിക്കിതിനേക്കായി ഇഷ്ടപ്പെട്ടത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ചൂരമീൻ്റെ അകത്തൊക്കെ നമ്മുടെ ഈ കേരച്ചൂരക്കകത്തൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷേ ഈ അലുവായിനേക്കായി എനിക്കിഷ്ടപ്പെട്ടത് അതായിരുന്നു. അപ്പോൾ ഏത് വേണേലും ഉപയോഗിക്കും. ഇതിപ്പോൾ പീസായതുകൊണ്ട് ഇച്ചിരി മുള്ളില്ലാത്തതായതുകൊണ്ട് ഞാനിതെടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തലയും കൂടെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്, അതിനിയും ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ആദ്യം അങ്ങ് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. അപ്പം നമുക്ക് എത്രയും ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ച് 2-ാം പാൽ. ഞാനിപ്പം 1 കപ്പ് 1-ാം പാൽ എടുത്തിട്ടുണ്ട്, ഒരു 2.5 കപ്പോളം 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയും ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ച്. കാരണം ഈ പാലൊഴിക്കുമ്പോൾ 2-ാം പാലൊഴിക്കുമ്പം ആ മീനിൻ്റെ മുകളിൽ ഇത്തിരി നിൽക്കത്തക്ക വിധത്തിൽ വേണം നമുക്ക് പാലൊഴിക്കാൻ, ആ അളവ്. അപ്പം ഞാൻ ഈ മീനൊന്ന് മൊത്തത്തിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലല്ല, കുറച്ചൊന്ന് പകുതി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡ് കുറച്ച് എണ്ണ അത് ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ട് ഇതൊന്ന് വറുത്തെടുത്തതേ. അപ്പോൾ മീനെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ചെയ്യേ. അപ്പോൾ മീനെല്ലാം ഞാൻ വറുത്തെടുത്തു. എന്നിട്ട് ഞാനിവിടെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പം ഞാൻ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പട്ട, 4 ഏലക്ക ഒന്ന് ചതച്ചത്, ഒരു 5 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അത് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ പൊട്ടി വരുമ്പം വലിയൊരു സവാള ഞാൻ നീളത്തിൽ തന്നെ അരിയണേ, അതും ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ ഈ സവാള ഞാനൊന്ന് നന്നായി വഴറ്റിയെടുക്കുന്നു. നന്നായി നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങ് ബ്രൗൺ കളറിലല്ല, ഈ സവാള ഒന്ന് വാടുന്നതിനേക്കായി കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതും, പച്ചമുളക് ഞാനൊരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാരണം എരിവിന് നമ്മളിവിടെ കുരുമുളക് പൊടി ഈ പച്ചമുളകേ ചേർക്കുന്നുള്ളൂ, അതനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇപ്പോഴേ ചേർക്കണേ. ഇതിപ്പോൾ സാമാന്യം ഒരിത്തിരി എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ട് പച്ചമുളകും ചേർത്ത് ഇത്തിരി ഉപ്പും ചേർത്ത് അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം സവാളയൊക്കെ നന്നായി ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൽ ഇച്ചിരി ഒരു ബ്രൗൺ കളർ പോലെ ഒന്ന് ആവുന്നിടം വരെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എനിക്കതാ ഇത്തിരിയും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൽ കുറേയും കൂടെ തിക്നെസ്സായിട്ട് കിട്ടണമെങ്കിൽ ഇത്തിരി അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാം. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു അന്ന് തന്നെ കമൻറ്റ് ഇട്ട്, ബിജി തിക്കാകണമെങ്കിൽ ഒന്നി കോൺഫ്ലോർ കലക്കി ചേർക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കലക്കി ചേർക്കാമെന്ന്, കറി തിക്കായിട്ടിരിക്കുമെന്ന്. പക്ഷേ തിക്കായിട്ടിരിക്കും അതെനിക്കും അറിയാം, പക്ഷേ ഒരു ഇത്തിരി കൂടെ കുറേയും കൂടെ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ, ടേസ്റ്റ് പോലെ തോന്നണമെങ്കിൽ ഇത്തിരി അണ്ടിപ്പരിപ്പ് ചേർക്കാം. അല്ലെങ്കിൽ തന്നെ ഈ കറി നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തേങ്ങാപ്പാലിൻ്റെ ഇതിലേക്കിട്ട് കുറുകി തന്നെ ഇരിക്കുന്നത്, അതിനേക്കായി കുറച്ചുകൂടെ കുറുകണമെങ്കിലെന്നും ഉള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം പൊടികളെല്ലാം ഒന്ന് പച്ചമണം പോയണേ ഞാൻ അതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുത്ത്, 2-ാം പാൽ ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഷാലോ ഫ്രൈ പോലെ പകുതി വറുത്ത് വെച്ചില്ലേ, ആ മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ മീനിൻ്റെ മുകളിൽ ഈ 2-ാം പാൽ നിൽക്കണം. കാരണം അതിലൊക്കെ ആ അരപ്പൊക്കെ ഒന്ന് പിടിച്ചെന്ന്, തേങ്ങാപ്പാലൊക്കെ ഒന്ന് ആ മീൻ കഷ്ണങ്ങളിലൊന്ന് പിടിക്കണം. അതിനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പാലെടുക്കണേ, എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്ര, മീനിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച്.
അപ്പോൾ ഇതിപ്പം മീനിൻ്റെ മുകളിലായി അരപ്പ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ തിളച്ചില്ലേ, ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് വെക്കാം. കാരണം മീൻ ഓൾറെഡി പകുതി വെന്തതാ, ഇനി കുറച്ചുകൂടെ വെന്താൽ മതി. അതിൻ്റെ അകത്തൊക്കെ ആ തേങ്ങാപ്പാലും പീരയൊക്കെ അതിൻ്റെയൊക്കെ ആ മസാലയുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് പിടിക്കണം. അതിന് വേണ്ടി ചെറിയ തീയിൽ നമുക്കൊന്ന് ഇട്ട് വയ്ക്കാം. കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാമേ. അടച്ചു കൊടുത്താൽ അതൊന്ന് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിൽ ഞാൻ അടച്ച് വെച്ച് തിളപ്പിച്ചു. ഇപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിങ്ങനെ അരിവൊക്കെ ഇങ്ങനെ ഇളക്കുന്നുണ്ട്. നമ്മൾ ഇളക്കിയാലും മീൻ വറുത്തതായതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോകത്തില്ല, കുഴപ്പമില്ല. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് ഞാനൊന്ന് നോക്കിയുണ്ടേ എനിക്കൊരു ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി. ഞാനൊരു ഇച്ചിരി കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ അങ്ങ് ഓഫാക്കിയാൽ മതി, കുഴപ്പമില്ല. അപ്പം നമ്മുടെ അടിപൊളി ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ചിലർക്കൊക്കെ ഇത് അപ്പത്തിൻ്റെയൊക്കെ കൂടെ ഇത് നല്ലൊരു നമ്മളിപ്പോൾ ചിക്കൻ കുറുമയൊക്കെ മുട്ടക്കുറുമയൊക്കെ കഴിക്കുന്ന പോലെ അപ്പത്തിൻ്റെ കൂടെ ഇതായിരിക്കും. അപ്പം ഞാനിവിടെ വട്ടത്തിൽ ഇങ്ങനെ കുറച്ച് ടൊമാറ്റോ അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മൊത്തം ഈ സ്റ്റേജിൽ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചതേ ഉള്ളൂ, ലാസ്റ്റിൽ ഫോട്ടോ എടുക്കാനേ. അപ്പോൾ ഈ സമയത്ത് മൊത്തം അങ്ങ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മളിപ്പോൾ തിളച്ചു, ഞാൻ ഈ ടൊമാറ്റോ ഇടുമ്പോൾ ഒന്ന് അടച്ചു വെക്കുമ്പോൾ അതങ്ങ് വാടും. അതേസമയം കുറേയും കൂടെ വെന്തിട്ട് കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചിലർക്കില്ല ഇതൊന്ന് വാടി കഴിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ തിളച്ച് കഴിഞ്ഞ് ലാസ്റ്റ് 1-ാം പാൽ ഒഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പേ ഒരു 5 മിനിറ്റ് മുമ്പേ ഈ നമ്മുടെ ടൊമാറ്റോ ഇങ്ങനെ പറക്കിയിട്ടിട്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിനതങ്ങ് വാടിക്കോളും. അതല്ല എങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ അതിന് മുമ്പിട്ട് ഇച്ചിരി ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും ചാറുണ്ടെങ്കിലും ചട്ടിയിലിരുന്ന് ഇതൊന്നുകൂടെ കുറുകിക്കോളും. അപ്പം ഞാൻ തീയൊക്കെ ഓഫാക്കിയേ. പക്ഷേ വീഡിയോയിൽ ചില സ്ഥലത്ത് ഇതൊരു എൻ്റെ കറി ഒരിത്തിരി ചുമന്ന കളറും അതാ ടൊമാറ്റോയുടെയൊക്കെ കളറാണ്. അല്ലാതെ ഈ കറി ഒരു യെല്ലോ കളറാണ് കേട്ടോ. അപ്പം ഞാൻ ആ പച്ച ഇങ്ങനെ ഇപ്പം ഇത്തിരി മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.